ഹായ് ഹലോ. ഈ കുറഞ്ഞ സമയം കൊണ്ട് തീരുന്നതല്ല കേട്ടോ നമ്മുടെ ഒരു ദിവസമൊന്നും. എന്താണെങ്കിലും ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഞാൻ ആദ്യക്കുട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തലേ ദിവസം എക്സാമും പിന്നെ ആദ്യക്കുട്ടന് കോച്ചിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത്. നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഞാൻ ആദ്യക്കുട്ടനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഉണ്ട ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ വേഗം എന്ത് ചെയ്തു, അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് അപ്പോഴത്തേക്കും താഴ്ത്തമ്മ കോഴീനെ മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴ്ത്തമ്മേൻ്റെ കോഴിക്കൂട് ഒരു പ്രത്യേകത തന്നെയാണ്. കോഴി കുഞ്ഞുങ്ങളെ ഒരു കള്ളിയിൽ, തള്ളന്മാർ വേറൊരു കള്ളിയിൽ, പൂവന്മാർ ഒരു സ്ഥലത്ത്, അങ്ങനെ ഓരോരോ കള്ളിയായിട്ട് വേർതിരിച്ചൊക്കെ ആയിട്ട് അവരെ ഇരുത്തിയേക്കുന്നത്. അവരാണെങ്കിൽ എങ്ങോട്ടും ദൂരോട്ടൊന്നും പോകില്ല. ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയത്ത് ഇറങ്ങി കൊത്തിച്ചേർന്ന് തിന്നിട്ട് അതേപോലെ നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനും ഞാനും കൂടെ ഉണ്ട കഴിക്കുകയാണ്. പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു. പത്തിരിപ്പൊടി കൊണ്ട് ഞങ്ങൾ ഉണ്ടയാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ആദ്യക്കുട്ടനൊരു മുട്ടയും പുഴുങ്ങി കൊടുത്തു. ഞങ്ങൾ രണ്ടാൾ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ആക്കി കേട്ടോ. ഉണ്ട അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗം അലക്കാനുള്ള തുണികളെല്ലാം അലക്കിയിട്ടു. പിന്നെ ഞാനും ആദ്യക്കുട്ടനും കൂടിയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത്, അവനും കൂടി. അപ്പം ഞായറാഴ്ച ദിവസം നിർബന്ധമായിട്ടും ഈ തോർത്തുമുണ്ടുകളൊക്കെ അലക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. കാരണം ഇവരെല്ലാവരും തോർത്തൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ ഒന്ന് കഴുകി അവിടെ വെക്കുകയുള്ളൂ, അലക്കുകയൊന്നുമില്ലല്ലോ. അപ്പം സൺഡേ ആണ് അതെല്ലാം ചെയ്യാറ് കേട്ടോ. പിന്നെ വേഗം കുറേ തേങ്ങകൾ ഉണങ്ങി കിടക്കുന്ന കുറച്ച് തേങ്ങകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് അതിങ്ങനെ കൊണ്ടു നടക്കാറായിരുന്നേ. അപ്പം ഞാൻ ഇന്ന് ഞായറാഴ്ച എന്ത് ചെയ്തു വെച്ചാൽ അതെല്ലാം അത് പൊളിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ കോടാലിക്ക് വെട്ടി പൊട്ടിച്ചു കേട്ടോ. അപ്പം ആദ്യക്കുട്ടന് ഇട്ട് തരും, ഞാനിങ്ങനെ കൊത്തി പൊട്ടിക്കും. അങ്ങനെ അത് അലക്കൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു തേങ്ങ പൊതിക്കാൻ നിന്നത്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ ഓർത്തു. ഞാനും ആദ്യക്കുട്ടനും തന്നെയല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേങ്ങയെല്ലാം ഉണ്ടായിരുന്ന എല്ലാ ഉണക്കത്തേങ്ങയും ഞങ്ങൾ വെട്ടി വെച്ചു. കുറേ കേടാണ്, കുറേ തേങ്ങ ഉള്ളിലൊന്നുമില്ല, ഉണങ്ങി ഇതായതായിരുന്നു. അപ്പോഴത്തെ മുകളിലത്തെ താഴ്ത്തമ്മേൻ്റെ മൂത്ത ചേച്ചി അവിടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിലത്തമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മുകളിലത്തമ്മ എന്നാണ് പറയുന്നത് കേട്ടോ. സുനിത ചേച്ചി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അവനെ തേങ്ങ പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ അവരോട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അയ്യോ എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. സുന്ദരി പൂച്ചക്കുട്ടിയാണേ. അടി ഇവിടെ ഓ എൻ്റെ ദേവി നടക്കണ എന്തോ തപ്പി തരഞ്ഞ പുല്ലൊക്കെ തപ്പുണ്ട് കേട്ടോ. ഇവിടെ വാടി, ഇവിടെ വാ. നടക്കാൻ ഇറങ്ങിയതാണോ? ഇവിടെ വാ, ഇവിടെ വാ. അത് എടുക്കടാ. എടാ കളി നോക്കണം. പോയി മോളരെ പോയി. അങ്ങനെ പിന്നെ പൂച്ചക്കുട്ടീനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ചു താഴത്തുനിന്ന് ചക്കപ്പഴമായിട്ട് കയറി വന്നു കേട്ടോ. പിന്നെ ആ ചക്കപ്പഴവും കയ്യിൽ വെച്ച് ചക്ക പറിച്ച് തിന്നുകൊണ്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെ ചേച്ചിയോട് വർത്താനമൊക്കെ പറഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്വന്തം തന്നെ ചക്കേൻ്റെ മുകളിൽ യുദ്ധം വെട്ടാൻ തുടങ്ങി കേട്ടോ. ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ചാവും കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം പഴുത്തിട്ട് ചക്കയായിരുന്നു. എനിക്ക് പുളി വെച്ച ഒരു പരുവാണ് എനിക്കിഷ്ടം. എന്നാലും വേണ്ടിയില്ല, ഞാൻ കുറച്ച് അത് കൊണ്ടുവന്ന കഷ്ണമൊക്കെ തിന്നു കേട്ടോ. പിന്നെ വലിയ കഷ്ണം അവിടെ വെച്ചു, ചെറിയ കഷ്ണം മുഴുവൻ ചക്ക ഞാൻ തിന്നു. വലുത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ബാക്കിയുള്ള തേങ്ങയും കൂടെ വെട്ടി പൊട്ടിച്ച് തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഞാനും ആദ്യക്കുട്ടനും കൂടെ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ പണിക്കാരുണ്ട്, തട്ടടിക്കുന്നൊക്കെ ഉണ്ട്, പണി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് സമാധാനമായിട്ട് ഉടനെയൊക്കെ വാർക്കയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ സമാധാനമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യക്കുട്ടനോട് പറഞ്ഞു ആദ്യക്കുട്ട നമുക്ക് പോയിട്ട് കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ മെഷീൻ്റെ ബോബിൻ കേസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ച സമയമാണുള്ളത്, സർവത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതായിരുന്നേ. അപ്പം ഞങ്ങൾ ഈ സർവത്ത് കുടിക്കുമ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിന് നേരെ മുന്നിലാണ് കേട്ടോ റിഷാദ് എൻ്റെ വർക്ക്ഷോപ്പുള്ളത്. അപ്പോൾ നമ്മളെ അനിയന്മാരെ പോലെയാണ് കേട്ടോ ഇവരൊക്കെ തന്നെ. അപ്പോൾ പിന്നെ അവന് പറഞ്ഞു ചേച്ചി നിങ്ങൾ എപ്പോഴും ഈ സർവത്തും വെള്ളം കുടിച്ചാൽ പോരാ, കുറച്ച് നല്ല സാധനമൊക്കെ കുടിക്കണം. എന്നിട്ട് മിൽക്ക് സർവത്ത് നിങ്ങൾ കുടിച്ചിടണമെന്ന് ചോദിച്ച് ഓൻ വാങ്ങി കുടിച്ച മിൽക്ക് സർവത്തിൻ്റെ ഞങ്ങൾക്കും കുറച്ച് ഷെയർ ചെയ്തു കേട്ടോ. ആദ്യക്കുട്ടനും എനിക്കും ചായ അവരാ അടിച്ച സമയത്ത് കുറച്ച് ബാലൻസ് അല്ല, ഇതൊന്ന് കുടിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ മിൽക്ക് സർവത്ത് സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ സർവത്തായിരുന്നു പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തന്നെ കുടിച്ചിട്ട് ഞങ്ങൾ പോന്നു.
അപ്പം മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയപ്പം മീൻ വാങ്ങിയില്ല. പകരം ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടോ. 100 രൂപയ്ക്ക് ചിക്കൻ വാങ്ങി വന്നവിടെ ആദ്യക്കൂട്ടം ചിക്കൻ നന്നാക്കാനിരുന്നു. ഞാൻ വേഗം ഉള്ളിയും കറീൻ്റെ ഇതെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഞാനത് ചെയ്യാൻ നിന്നു കേട്ടോ. അതിൽ പിന്നെ ഇവർ ആദ്യക്കൂട്ടം ചിക്കൻ നന്നാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും താഴത്തെ മോനും അവൻ്റെ കൂടെ കൂടുന്നുണ്ടായിരുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുറേ നേരം ഇരുന്ന് ചിക്കൻ നന്നാക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് കറിക്കുള്ള റെഡിയാക്കി അവസാനം ചിക്കൻ നന്നാക്കി അതിനകത്ത് എല്ലാം അവർ പറിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാം പറിച്ച് റെഡിയാക്കി ഒക്കെ ഓക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടപ്പോഴത്തേക്കും ചിലതൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ ചിക്കൻ അരയ്ക്കുമായിരുന്നോ ചോദിച്ചേ. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി എടുത്ത് സത്യം പറഞ്ഞാലുണ്ടല്ലോ അടുപ്പിൽ കത്തിച്ചത് കുറവാണ് കേട്ടോ. രാവിലെ ചോറ് വെക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചല്ലോ കേട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പറയാം, മസാല ആക്കിയൊക്കെയാണല്ലോ. ഇനിയിപ്പോൾ ചിക്കൻ വേവാനല്ലേ ഉള്ളൂ. അപ്പോൾ അതിനാണ് കുറേ സമയം വേണ്ടത്. മറ്റ് ഉള്ളിയൊക്കെ വാട്ടാൻ എളുപ്പം വാട്ടി കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ചിക്കൻ കറി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ, ചട്ടിയിൽ വെച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കണ്ടപ്പോൾ അച്ചുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ സ്റ്റാൻഡൊക്കെ നേരെയാക്കുന്നു. ഞങ്ങളെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ കോലൊക്കെ വെച്ച് കെട്ടിയതാണ്. ഗുഡുവിൻ്റെ പണി പൊട്ടിച്ചതായിരുന്നു. അപ്പോൾ അവളെന്തെല്ലോ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അച്ചു ഓരോ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ താഴത്തെ അമ്മ ഒരു മൂക്കാത്ത ചക്കക്കഷ്ണം തന്നു. മൂത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു കുഞ്ഞു കഷ്ണം എടുത്ത് പുഴുങ്ങാമെന്ന് ഓർത്തിട്ട് ചക്ക വെട്ടി. അങ്ങനെ അത് ചുള എടുത്തിടാനൊക്കെ ഇത്തിരി പാടാണ്, ചെറിയ ചുളയാണ്. എന്നാലും ചക്ക ഈ വർഷത്തെ പച്ചച്ചക്ക ആദ്യം കിട്ടിയതാണ് കേട്ടോ. പച്ചച്ചക്ക ആദ്യം കിട്ടി, മുക്കാത്ത ചക്ക. താഴത്തെ ചേച്ചി ഇപ്പോൾ വീഡിയോ കണ്ടതാണ് പറയും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് 2-3 വിസിലടിച്ചപ്പോഴത്തേക്കും ചക്ക വെന്തു കേട്ടോ. അപ്പം ഇപ്പം അങ്ങനെയാണല്ലോ, കുക്കർ 4 വിസിൽ, 4 അടി, 4 ഇടി, 4 പൊടി, സംഭവം റെഡിയായില്ലേ. അതുപോലെ തന്നെ നമ്മളെ ചക്കപ്പുഴുക്ക് 4 ഇടി 4 പൊടിയൊക്കെ ആയപ്പോഴത്തേക്കും ചക്കപ്പുഴുക്ക് റെഡിയായി. ചിക്കൻ കറി ഇതാ നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഞാനും ആദ്യക്കൂട്ടനും കൂടി ചക്കപ്പുഴുക്കൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊന്നുമില്ല, ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.